KPCC നേതാക്കന്മാരെ രാഹുലും സംഘവും ബ്ലാക്ക്മെയിൽ ചെയ്യുക. പല KPCC നേതാക്കന്മാർ നേരത്തെ ഉറച്ച നിലപാടെടുത്ത ആളുകൾ ഇപ്പോൾ നിലപാട് മാറ്റുന്നതിന് പിന്നിൽ ഇത്തരം ബ്ലാക്ക്മെയിലിങ്ങുകളുണ്ട്. അല്ലെങ്കിൽ രാഹുൽ കുറ്റവിമുക്തനാക്കപ്പെട്ടോ, അന്ന് രാഹുലിനെതിരായി വന്നിട്ടുള്ള ആരോപണങ്ങൾ സത്യമല്ലെന്ന് തെളിഞ്ഞോ, അത്തരത്തിലൊരു സംഭവങ്ങളും ഉണ്ടാവാതെ KPCC നേതാക്കന്മാരുടെ നിലപാട് മാറ്റത്തിനും പിന്നിൽ ഇതൊരു ബ്ലാക്ക്മെയിലിങ്ങാണ്. രാഹുലിൻ്റെ ഷാഫി അടക്കം ഉള്ള സംഘത്തിൻ്റെ ബ്ലാക്ക്മെയിലിങ്ങിനെ പേടിച്ചുകൊണ്ട് KPCCയുടെ നേതാക്കന്മാർ നിലപാട് മാറ്റുകയാണ്. ഒരു MLA കഴിഞ്ഞ 11 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പുറമേ ഇറങ്ങുന്നില്ല, ജനങ്ങളെ കാണുന്നില്ല, മാധ്യമങ്ങളെ കാണുന്നില്ല. അപ്പോൾ കുറ്റം ചെയ്യാത്തവർ എന്തിനാ ഭയക്കേണ്ട ആവശ്യം? താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാനും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനും ഒരു പൊതുപ്രവർത്തകൻ തയ്യാറാണമായിരുന്നു. അതിന് തയ്യാറാവാത്തതെന്ന് തന്നെ വ്യക്തമാണ്. രാഹുൽ ഈ കേസിൽ രാഹുലിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ സത്യമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. 11 ദിവസമായിട്ട് പാലക്കാട് ഒരു MLA കാണാൻ പാലക്കാടിലെ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. പാലക്കാടിലെ ജനങ്ങൾ MLA കാണണമെങ്കിൽ MLAയുടെ ഒരു കത്ത് വേണമെങ്കിൽ ആരെ സമീപിക്കണം? MLAയുടെ ഓഫീസ് അടച്ചു കിടക്കുകയാണ്. ഇത്രത്തോളം അനാഥമാക്കപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് വളഞ്ഞ വഴിയിലൂടെ രാഹുലിനെ പാലക്കാട് എത്തിക്കാൻ ശ്രമം നടത്തിയാൽ അത് വിജയിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ജില്ലാ നേതൃത്വം നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. MLA എന്നുള്ള നിലയിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിയിലും പങ്കെടുക്കാനും ഞങ്ങൾ രാഹുലിനെ അനുവദിക്കില്ല. ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു തന്നെയാണ്. ആ നിലപാട് ഞങ്ങളുടെ നിലപാട് നടപ്പാക്കാനായിട്ട് ഏതറ്റം വരെയും ഞങ്ങൾ പോകാനും തയ്യാറാണ്. MLA എന്നുള്ള നിലയിൽ തെറ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ വരാമല്ലോ. ഞങ്ങളല്ലല്ലോ വീട്ടിൽ നിന്ന് പുറമെ ഇറങ്ങേണ്ട, മാധ്യമങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞത്. കഴിഞ്ഞ 11 ദിവസത്തിലധികമായിട്ട് അടച്ചിട്ട വീടിനുള്ളിൽ ഇരിക്കുന്ന ആളാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ പോകുമ്പോൾ കാണാൻ പറ്റുന്നില്ലല്ലോ. വരിക, 2 വാക്ക് പറയുക, തിരിച്ച് വീട്ടിനകത്തേക്ക് ഓടിപ്പോവാണല്ലോ. തെറ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാമല്ലോ. അദ്ദേഹത്തിന് പോലും ഉറപ്പുണ്ട് താൻ ഇതിൽ തനിക്കെതിരായിട്ട് വന്ന കുറ്റങ്ങളിൽ, ആരോപിക്കപ്പെട്ട കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളെ കാണാത്തത്. KPCCയുടെ നേതാക്കന്മാർ നേരത്തെ എടുത്ത സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റം അവർ കാണിക്കണം. അവരെ ബ്ലാക്ക്മെയിലിങ്ങിന് വിധേയമാക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ.